സർവേഗം തത്വമസി. എല്ലാവർക്കും പ്രണാമം. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗുരുവും ശിഷ്യന്മാർ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ലൗകികമായ ജീവിതം ജീവിച്ച് ഇരിക്കലേ ആ ജീവാത്മാവിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആധ്യാത്മിക ജീവിതം പിന്തുടരണമെന്ന് ആഗ്രഹം ജനിക്കുമ്പോൾ അങ്ങനെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു വ്യക്തി, അങ്ങനെ പറയാം, മനസ്സിലാക്കിയിരിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അത് അയാളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഒരു ലൗകികൻ ആധ്യാത്മിക ജീവിതം തിരഞ്ഞെടുത്ത് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലൗകിക ജീവിത കർമ്മപൂർത്തി വന്നതിന് ശേഷമായിരിക്കണം. മറിച്ച് പലവിധ ലൗകികമായ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് അത് എല്ലാം സഫലമാകാൻ വേണ്ടിയിട്ട് ഉള്ള മനോഭാവത്തോടു കൂടി ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരാൻ പാടില്ല. എന്നാൽ ഇവിടെ ആധ്യാത്മികത എന്ന് ഉദ്ദേശിക്കുന്നത് മോക്ഷസംബന്ധമായ വിഷയമാണ്. അല്ലാതെ മറ്റു ആധ്യാത്മികമായ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെതായ സാധനമുറകളും എല്ലാം ഉണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മസാക്ഷാത്കാരമാണ്. അതിനെയാണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് നാം എത്തിപ്പെടുന്നത്. അത് പൂർണ്ണമായ നല്ല സതുദ്ദേശത്തോടു കൂടിയും ആത്മസമർപ്പണത്തോടു കൂടിയും തിരിച്ചൊരു ലൗകികമായ ജീവിതത്തിലേക്ക്, അതായത് ജീവിച്ചുകൊണ്ടിരുന്ന പല ജീവിത കർമ്മങ്ങളിലേക്ക് തിരിച്ചു പോകാതെ കർമ്മ പൂർത്തി വരുത്തിയിട്ട് വേണം ഈ സായുജ്യമാകുന്ന അല്ലെങ്കിൽ തൻ്റെ സ്വസ്വരൂപം മനസ്സിലാക്കാൻ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ വക കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരാത്ത ജീവന്മാർക്ക് വീണ്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ ജന്മാന്തരങ്ങളായിട്ടൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ലൗകികനായ ഒരു വ്യക്തിക്ക് പലവിധ ആഗ്രഹങ്ങളും മോഹങ്ങളും പൂർത്തീകരിക്കാത്ത ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവാം. അതെല്ലാം നിരാശാഭാവത്തിൽ സ്വീകരിച്ച് എത്ര പ്രയത്നിച്ചിട്ടും അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് ആളുകൾ ഈ ആധ്യാത്മികതയുടെ പേരും പറഞ്ഞു അതിലേക്ക് വരുന്നുണ്ട്. അത് വാസ്തവം പറഞ്ഞാൽ ശരിയല്ല. ആ ജീവൻ കർമ്മപൂർത്തി വന്നതിന് ശേഷമല്ല വരുന്നത്. ഇങ്ങനെയുള്ള ജീവന്മാർ ഗുരുക്കന്മാരെടുത്തോ അല്ലെങ്കിൽ ആധ്യാത്മികമായ ഇടങ്ങളിൽ വന്നാൽ അവർക്ക് അവിടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള, അതായത് ആത്മസാക്ഷാത്കാരമോ അതിനോട് അനുബന്ധമായ ജീവിത കാര്യങ്ങളോ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ ആധ്യാത്മിക ഇടങ്ങളിൽ വന്നാൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ളതും അവരുടെ ലൗകിക ജീവിതത്തിൽ കിട്ടാതെ പോയ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വാസനകളൊക്കെ ആധ്യാത്മിക തലത്തിൽ വന്നാൽ അവിടെ അത് അവർ പ്രയോഗിക്കുന്നതായിട്ട്, അതിനു വേണ്ടി പ്രയത്നിക്കുന്നതായിട്ട് കാണാം. അതോ നേരായ വഴിക്കോ ആയിരിക്കില്ല. ആധ്യാത്മിക മര്യാദകളൊക്കെ വെടിഞ്ഞ് സതുദ്ദേശങ്ങളൊക്കെ വെടിഞ്ഞ് അവർ വളഞ്ഞ വഴികളും പലവിധ ആധ്യാത്മിക ജീവിതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുക, അവർ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെയുള്ളവർ
ക്രമത്തിൽ അവിടെ തൻ്റെ ദുരുദ്ദേശം നടക്കില്ല എന്ന് തോന്നുമ്പോൾ അവർ ആധ്യാത്മികമായ കാര്യങ്ങളെയെല്ലാം കുറ്റം പറഞ്ഞും പലവിധ പോരായ്മകൾ പറഞ്ഞും അവരതിൽ നിന്ന് പുറത്തു പോകും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ സ്വസ്വരൂപം അറിയണം എന്നും അന്ത്യത്തിൽ തൻ്റെ ജീവനെ പരഗതി പ്രാപിക്കണമെന്നും ആത്മാർത്ഥമായ ആഗ്രഹവും മോഹമൊക്കെ ഉണ്ടെങ്കിൽ അവർ ലൗകിക ജീവിതത്തിൽ കർമ്മപൂർത്തി വന്നിട്ടാണ് ഇതിലേക്ക് വരേണ്ടത്. അല്ലാത്തവർ നേരത്തെ പറഞ്ഞ രീതിയിലൂടെയൊക്കെ ആയിരിക്കും സഞ്ചരിക്കുക. അതവർക്ക് തന്നെ ദോഷം വരികയും ജന്മാന്തരങ്ങൾ അവർ കൂടുതൽ സ്വരൂപിക്കുകയുമാണ് ചെയ്യുന്നത്. അതിൽ പലവിധ ദോഷസംബന്ധമായ കാര്യങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടാകും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ബാഹ്യമായ പലവിധ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ആധ്യാത്മിക ജീവിതം വേണമെന്നും പറഞ്ഞ് പല വ്യക്തികളും അധ്യാത്മത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ വരും, അവിടുത്തെ പ്രധാന ഗുരുവിനെയൊക്കെ വളരെ ബഹുമാനത്തോടുമൊക്കെ ആദരിച്ചുകൊണ്ട് അവിടുത്തെ മര്യാദകളൊക്കെ പാലിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ദീക്ഷ എടുക്കുകയോ വസ്ത്രം സ്വീകരിക്കുകയൊക്കെ ചെയ്യും. അവസാനം അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിഷയം വരിക. കാരണം ഇവർ വരുന്നത് പലവിധ ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ടായിരിക്കും. അതവിടെ നടക്കില്ല എന്ന് തോന്നുമ്പോൾ അവിടെ നിന്ന് അവർ പുറത്തു പോകുന്നത് നല്ലൊരു രീതിയിലായിരിക്കില്ല. അവർ പുറത്തു പോയി കഴിഞ്ഞാലും അവർ കുറ്റങ്ങളും പോരായ്മകളൊക്കെ പറയുന്നത് അവിടുത്തെ ആശ്രമ ചിട്ടകളെയും ഗുരുവിനൊക്കെ ആയിരിക്കും. ഇത് മിക്കയിടത്തും നടന്നു വരുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് സ്വസ്വരൂപ ദർശനത്തിന് തുനിയുന്ന ഒരു ജീവൻ ബാഹ്യമായ താൻ പിന്തുടർന്നു വന്നിരിക്കുന്ന കർമ്മപൂർത്തി വന്നിട്ട് വേണം ആധ്യാത്മികമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇത് വളരെ അത്യാവശ്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ പലവട്ടം പറയുകയുണ്ടായി 30 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവണം. എനിക്കത്ര തിട്ടപ്പെടുത്താൻ കഴിയില്ല, എന്നാലും 30 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം. ഇതിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഒരുപാട് ആളുകൾ വന്ന് പലവിധ സങ്കടങ്ങൾ പറഞ്ഞ് നമ്മളെ അടുത്ത് കൂടി പലതും മനസ്സിലാക്കുകയും പല രീതിയിലുള്ള അവരുടേതായ സ്വഭാവ രീതികൾ ഇവിടെ നമ്മുടെ അടുത്ത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും നാം അത് ഉൾക്കൊള്ളാതെ വരുമ്പോൾ അവർ നമ്മെ കുറ്റം പറഞ്ഞ് പുറത്തു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് യാതൊരു ഉത്തരവാദിയുമല്ല. ഈ രീതിയിലുള്ള ഒരു സമയത്ത് ആത്മാർത്ഥതയുള്ള വ്യക്തികളും വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ 1-2 വ്യക്തികൾ വന്നിട്ട്, പലരും വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ വളരെ ആത്മാർത്ഥമുള്ള ജീവിതം സറണ്ടർ ചെയ്തിരിക്കുന്ന വളരെ അധികം പേര് എൻ്റെ കൂടെ ഇവിടെ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് 2 വ്യക്തികളെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, അവർ മഠത്തിൽ വന്ന് നാമുമായി സഹകരിച്ചു പോയി അവരിവിടെ നിന്ന് എന്നേക്കുമായി ഈ ഭൂതലത്തിൽ നിന്ന് തന്നെ വിട പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നത് ആത്മസാക്ഷാത്കാരം കിട്ടി പരഗതി പോകാനെന്നുള്ള അഭിപ്രായത്തോടുകൂടി വന്നതാണ്. ഒരു ദിവസം എൻ്റെ അടുത്ത് ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബങ്ങളും എൻ്റെ മഠത്തിൽ വന്ന് എന്നോട് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് താങ്കളുടെ ആദർശങ്ങളും താങ്കളുടെ പ്രവർത്തന രീതിയൊക്കെ വളരെ ഇഷ്ടമാണെന്നും
അതിനെ പിന്തുടരാനായിട്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ സ്ഥിരം രാവിലെ പ്രാർത്ഥനയും ധ്യാനമൊക്കെ നടത്തി വരുന്ന ഒരവസരമാണ്. അങ്ങനെ അവരോട് വന്നുകൊണ്ടിരിക്കലെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പറഞ്ഞ വിഷയം സ്വാമി അതൊന്ന് സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു ഗൃഹസ്ഥാശ്രമിയാണ്. ഇത്ര നാൾ ഇവിടെ വന്ന പരിചയം കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ സ്വസ്വരൂപ ദർശനത്തിന് അധികാരികളായിരിക്കണം. കാരണം പ്രധാനമായിട്ട് ജീവിത പശ്ചാത്തലമാണ് അതിന് വേണ്ടത്. ഒപ്പം കർമ്മപൂർത്തിയും വന്നിരിക്കണം. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന തലമെന്ന് പറഞ്ഞാൽ പ്രാരബ്ധ ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ മറികടന്നുകൊണ്ട് അതൊക്കെ നീക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ സഫലമാക്കാൻ നിങ്ങളുടെ സാഹചര്യം ചിലപ്പോൾ അനുവദിക്കില്ല. അല്ലാതെ എനിക്ക് യാതൊരു തടസ്സമൊന്നുമില്ല. എനിക്ക് എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും ആത്മസാക്ഷാത്കാരം മോക്ഷം കിട്ടിയിരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ. അത് പ്രകൃതിയും കാലമാണ് തെളിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിച്ച ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു തരാൻ, അതായത് ഞാൻ അറിഞ്ഞ വിഷയങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തന്ന ആ വഴി സഞ്ചരിപ്പിക്കാൻ പറ്റാഴികയല്ല. പക്ഷേ പോകാൻ നിങ്ങൾക്ക് സാഹചര്യം അനുകൂലമാകണം. അത് ഒന്നും കൂടിയും വീട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് വരൂ, അപ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആളെ പറഞ്ഞയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ആളും ഭാര്യയും മകനും കൂടിയൊക്കെ വന്നു. അന്ന് മകളുമുണ്ട്. ഇപ്പം മകൾ വിവാഹം കഴിച്ചു പോയി. അതാ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ആ ഫാമിലി വന്നു. അവരൊരു തീരുമാനമെടുത്തു, ഞങ്ങളിവിടെ സറണ്ടർ ചെയ്യുകയാണ്. ഇനി ഗുരുവിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഉൾക്കൊണ്ടുള്ളൊരു ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഓ, നല്ലത്, എന്നാൽ നമുക്ക് പരിശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നാം ഒരു രീതി നമ്മുടെ മഠത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ജീവിതം പ്രാർത്ഥനാത്മകമാക്കൂ എന്നുള്ള ഒരു ആശയം ആണ് നാം അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നവർക്ക്, അതായത് നമ്മുടെ ആശയം ഉൾക്കൊണ്ടു പോകാം എന്ന് താല്പര്യമുള്ളവർക്ക് നമ്മൾ ചില നിബന്ധനകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെ അനുസരിക്കേണ്ടതാണ്. ചിലവർ അനുസരിക്കും, വന്നതിന് ശേഷം ചിലർ അനുസരിക്കില്ല. അതൊക്കെ വേറെ വിഷയം. കാരണം അവിടെ ദീക്ഷ കൊടുക്കുന്നില്ല. ഞാൻ വസ്ത്രമോ ദീക്ഷയോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല വരുന്നവർക്ക്. അവർ സാധകരവും ഭക്തന്മാരായിട്ട്, കൃതാശ്രമ ഭക്തന്മാരായിട്ട് നിലകൊള്ളുക. ഈ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ആശയം, ആദർശം ഉൾക്കൊണ്ടു പോകാം എന്നുള്ള ഒരു തീരുമാനമെടുത്ത ഒരു വ്യക്തികൾക്ക് അത് കുടുംബമായിട്ടാണ് വരേണ്ടത്. കാരണം ഒരു വ്യക്തി മാത്രം വന്നിട്ട് നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജീവിത ശൈലി പിന്തുടർന്നു പോകാൻ പ്രയാസമായിരിക്കും. കാരണം അവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന നിത്യജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് പല മാറ്റങ്ങൾ വരുത്തുന്നുണ്ടേ. അപ്പോൾ അത് ആ കുടുംബക്കാരെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവിടെ ആശയ പൊരുത്തം ഉണ്ടാവില്ല. അപ്പോൾ അത് വിഷയം വരും. അപ്പോൾ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടും. അപ്പോൾ ഇതുകൊണ്ട് കുടുംബക്കാരെ വിളിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ആ കുടുംബം അടക്കമായിരിക്കണം. അങ്ങനെ ആ കുടുംബം അതിന് തയ്യാറാകുമ്പോൾ ഞാനൊരു പ്രതീകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ പ്രതീകാരാധന എന്നുള്ള ഒരു രീതിയിലൂടെ പ്രതീകം ആ ഭവനത്തിൽ വെച്ച് കൊടുക്കും. ആ പ്രതീകത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് പിന്നെ ജീവിത രീതി പിന്തുടരേണ്ടത്. അത് മരണം വരെയും പിന്തുടരാം എന്ന് കുറച്ചൊരു തീരുമാനം എടുക്കുന്നവർക്ക് അന്ത്യത്തിൽ മോക്ഷം കിട്ടുകയും ചെയ്യും. ആ രീതിയിലാണ് നാം ആ ദൈവികമായ കർമ്മ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ അവർക്ക് ഈ ലൗകിക ജീവിതം അനുഭവിക്കുകയും അന്ത്യത്തിൽ കർമ്മപൂർത്തി വന്ന് ജീവന് പരഗതി പ്രാപിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു രീതിയാണ് ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സംരംഭമാണ് പ്രതീകം വെച്ച് കൊടുക്കുക. ഒപ്പം ഞാൻ എഴുതിയിരിക്കുന്ന 2 ബുക്കും കൊടുക്കും. അതിൽ പ്രധാനമായിട്ട് പ്രാർത്ഥന ജീവിതം എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അതിനെ പിന്തുടരണം. അത് നിത്യജീവിതത്തിൽ ആധ്യാത്മികവും ലൗകിക ജീവിതം തമ്മിൽ സമന്വയിപ്പിച്ചു പോകേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് അതിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ, ദിനചര്യകൾ, ചിട്ടകൾ, അങ്ങനെ ജീവിതത്തെ പാകപ്പെടുത്തുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് ആ ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവർ അതിനെ പിന്തുടരുകയാണെങ്കിൽ ക്രമത്തിൽ കർമ്മപൂർത്തി വന്ന് അന്ത്യസമയം അവർക്ക് അവരുടെ ആഗ്രഹം പോലെ പരഗതി പ്രാപിക്കാൻ കഴിയും. ആ രീതിയിലുള്ളൊരു സംവിധാനമാണ് ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതെനിക്ക് കിട്ടിയൊരു ദർശനമാണ്. അത് ഉൾക്കൊണ്ടു പോകുന്നവർക്ക് അതിൻ്റെതായ ഫലം ഉണ്ടായിട്ടുണ്ട്. പലവിധ ബുദ്ധിമുട്ടുകളാൽ ജീവിച്ചു പോന്നിരിക്കുന്ന കുടുംബം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് നാം പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനയും ധ്യാനവും ജീവിത ശൈലിയും ഒക്കെ ഉൾക്കൊണ്ടു പോകുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള പല സംഭവങ്ങളും വിട്ടുപോകും. ഈ വ്യക്തികളുടെയൊക്കെ ബോധതലത്തിൽ പല രീതിയിലുള്ള ചിന്തകളും ആദർശ ശക്തികളുടെയൊക്കെ ഇവരുടെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതും വന്നുപോക്കൊക്കെ നടത്തിയതിൻ്റെ പേരിലൊക്കെ ഒരുപാട് മാലിന്യങ്ങളുണ്ടാവും. അത് നാം ഈ പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ ജീവിതം തുടരുമ്പോൾ അതെല്ലാം നീങ്ങി പുഷ്ടിയോടുകൂടിയുള്ള ഒരു ജീവിതം വന്നു ചേരും. ഈ സമയം പല ആളുകൾ നമ്മുടെ ഈ തത്വങ്ങളെയും ആദർശങ്ങളൊക്കെ കറുവഴിച്ച ലൗകികമായ സുഖങ്ങൾ അതൊക്കെ വന്നു ചേരും അതിനിടയിൽ. പക്ഷേ അപ്പോൾ അവർ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് വീണ്ടും വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഇവിടെ വന്ന പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഞാനോ ഈശ്വരനോ പ്രകൃതിയോ കാലമോ ഒന്നും ഉത്തരവാദിയല്ല. അത് ആ ജീവൻ്റെ തന്നെ പോരായ്മകളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വ്യക്തിക്ക് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് പ്രതീകം വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് പ്രതീകത്തിൽ ആ കുടുംബവും നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ വേണ്ടുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് വരികയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഈ വിഭൂതിയൊക്കെ തന്നെ വരും. അതിനൊക്കെ പിന്നിൽ ശാസ്ത്രീയം ആവശ്യമുണ്ട്. അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഈ പ്രതീകം വെച്ചു കൊടുത്തതിന് ശേഷം ആ പ്രതീകത്തിൽ നിന്ന് വിഭൂതി വരുന്നതായിട്ടൊക്കെ വന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭക്തിയും ജ്ഞാനവും ഒക്കെ വന്നു തുടങ്ങി എന്നും ഞാൻ പറയുന്ന രീതിയിലൊരു സമർപ്പണം ആ കുടുംബാംഗങ്ങൾക്കുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അങ്ങനെ അദ്ദേഹത്തിന് ധ്യാനം ശീലിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരുടെ അഭിപ്രായമൊക്കെ പ്രകാരം ധ്യാനം ശീലിക്കുകയാണ്. അപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ദീക്ഷ മേടിക്കുകയോ വസ്ത്രം സ്വീകരിക്കുകയോ അങ്ങനെയുള്ള ബന്ധമൊന്നും സ്ഥാപിച്ചിട്ടില്ല. അത് സാരമില്ല. എന്തായാലും ഇവിടെ അതല്ല പ്രധാനം. സ്വസ്വരൂപം ദർശിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ച് അതിൻ്റെ സാധനങ്ങൾ തെറ്റിക്കാതെ, മര്യാദകൾ തെറ്റിക്കാതെ, പ്രകൃതിക്കും കാലങ്ങൾക്കും മറ്റു ദൈവികമായ നിയമങ്ങൾക്കൊന്നും ഭംഗം വരാതെ മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി. അത് അദ്ദേഹത്തിനുള്ളതിന് മനസ്സിലായി. അങ്ങനെ സാധന ചെയ്തുകൊണ്ടിരിക്കലേ. അപ്പോൾ അദ്ദേഹം ഈ ആശാരിപ്പണിയാണ് ചെയ്യണതേ. അപ്പോൾ കുടുംബ പ്രാരാബ്ധമുണ്ട്. പ്രാരാബ്ധം ചുമക്കുന്ന ഒരാളാണ് അദ്ദേഹം. 2 മക്കളുണ്ട്, ഒരാളും പെൺകുട്ടിയുണ്ട്. അവരുടെ വിവാഹപ്രായമൊക്കെ ആയിരിക്കണം. വേറെ പല വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ദിവസം എന്നോട് പങ്കുവെച്ച് ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ വിവരം പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലവും ഇതും തമ്മിൽ ചേരില്ല കേട്ടോ. വളരെ വിഷയമുള്ള കാര്യമാണ്. വളരെ ശ്രദ്ധിച്ചു പോകണം. കാരണം സാധനാവേള നാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, കാണിച്ചു തരുന്ന, ബോധ്യപ്പെടുത്തി തരുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് അവിടെ നിങ്ങളുടെ ശരീരവും ആത്മാവും ഒക്കെ സമർപ്പണമായിട്ടുള്ളൊരു ജീവിതമാണ്.
അതിന് ഭംഗം വരരുത്. അത് നേരായ വഴിക്ക് അല്ലെങ്കിൽ അത് ദോഷമായിട്ട് ഭവിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹവും ആദരവും ഭക്തിയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ധ്യാനം ശീലിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. സുന്ദരമായിട്ട് ധ്യാനിക്കും. അതിനിടയിൽ കുണ്ടലിനിയെക്കുറിച്ചുള്ള നമ്മുടെ ക്ലാസ്സും പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ ആ രീതിയിലുള്ള ധ്യാനത്തിലേക്കും അദ്ദേഹം മെല്ലെ 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 പ്രവേശിച്ചു തുടങ്ങി. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഈ പ്രാരബ്ധ ജീവിതമായിട്ട് പോകുന്ന ആളുകൾക്ക് ചിട്ടവട്ടത്തോടു കൂടിയും സമയങ്ങളൊക്കെ എടുത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ പ്രാർത്ഥനയും ധ്യാനവുമായിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന്. പക്ഷെ അദ്ദേഹം ആ ധ്യാനത്തിലേക്ക് തന്നെ പ്രവേശിച്ചു. അങ്ങനെ അദ്ദേഹം ധ്യാനത്തിലേക്ക് വളരെ ശ്രദ്ധ കൊടുക്കുകയും അതിലേക്ക് ആണ്ടുപോവുകയും അങ്ങനെ നമുക്ക് തോന്നുന്നത് സവികൽപ്പ സമാധി വരെ അദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനിടയിൽ ഒരു ദിവസം നമ്മോട് പറഞ്ഞു, നമ്മുടെ അടുത്ത് വന്നിട്ട് സ്വന്തം ഭവനത്തിലേക്ക് പോകുന്ന സമയം ബസ്സിൽ വെച്ച് ഒരു അനുഭവം ഉണ്ടായി പറഞ്ഞു. അത് വേറൊരു ബസ്സുമായിട്ട് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബസ് കൂട്ടിമുട്ടാൻ സാഹചര്യമുണ്ടായി. ഈ സമയത്ത് പലവർക്കും അതിൻ്റെതായ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി പറഞ്ഞത് ആ സമയത്ത് ഇരുന്നിരുന്ന സീറ്റിൽ നിന്ന് പെട്ടെന്ന് പൊന്തി നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതായത് അദ്ദേഹം സീറ്റിലിരിക്കുന്നില്ല, എങ്ങും പിടിച്ചിട്ടുമില്ല. അതിനുശേഷമാണ് അത്രയും പിടിച്ചത്. അപ്പോൾ ഇദ്ദേഹം വണ്ടി മുട്ടുന്നതിനെ കുറിച്ചൊന്നും ഒരു ധാരണയൊന്നുമില്ല. കാരണം ആൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഈ ജപവും നമ്മൾ പറഞ്ഞു കൊടുത്ത കീർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ബസ്സിൽ വെച്ചും അദ്ദേഹം ആയ ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ഈ വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടിയതും അദ്ദേഹം ഈ വായുവിൽ നിൽക്കുന്ന മാതിരി ഉള്ള ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഇത് വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ധ്യാനം നല്ല രീതിയിലാണ് നടക്കുന്നത്, അപ്പോൾ ഈ ശരീരത്തിനെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ ദൈവാവബോധത്താൽ സമർപ്പണമായിട്ടുള്ളൊരു ധ്യാനമാണ്. നാം ദൈവത്തിൽ നമ്മളെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ പ്രകൃതിയും കാലവുമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. അത് നമ്മളുടെ ഉള്ളിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് അവയെല്ലാം പ്രകൃതിക്ക് തിരിച്ചറിയാം. അപ്പോൾ ആ ജീവൻ ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യതയുണ്ടെങ്കിൽ പ്രകൃതി അത് നോക്കിക്കൊള്ളു. പ്രകൃതി ശുദ്ധമാക്കി അതിന് വേണ്ടുന്ന രീതിയിലുള്ള അറിവുകളെല്ലാം ബോധതലത്തിൽ നൽകി ജീവിതം സാധനാത്മകമാക്കി പ്രകൃതി കൊണ്ടുപോകും. ഇതെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം ചെയ്തു പോരുന്നത്. പക്ഷേ ഈ പ്രാരബ്ധ ജീവിതം അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും അത് സ്വധർമ്മമായിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം ജോലിക്ക് പോകും. പക്ഷേ കഠിനാധ്വാനമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ബാധ്യതകളുണ്ട് സാമ്പത്തികമായിട്ട്. അപ്പോൾ ആ സാധു മനുഷ്യൻ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അത് ഈ സാധന വേളയിൽ ശരീരത്തിനെ ബാധിച്ചിരുന്നു. അതായത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് സാധന ചെയ്യുമ്പോൾ, അത് ദൈവസന്നിധിയിൽ സമർപ്പണമായിട്ട് ചെയ്യുമ്പോൾ, അന്തർമുഖമായി ഇങ്ങനെ ധ്യാനിച്ച് അതിൻ്റെ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഈ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഏതാണ്ട് ആ പടിയിലേക്ക് എത്തുമ്പോഴേക്കും ആ ദേഹം ശുദ്ധീകരിക്കപ്പെടും, പല രീതിയിൽ സംസ്കരിക്കപ്പെടും. ആ സംസ്കരിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് വിഷയമാണ്, അത് അനുഭവിച്ചറിയേണ്ടതാണ്. അതുകൂടെ ഞാൻ അങ്ങനെ എടുത്തു പറയണില്ല. അപ്പോൾ സംഭവിക്കുന്നത്, ധ്യാനം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിച്ചതാണല്ലോ നമ്മളുടെ ശരീരം.
അപ്പോൾ ഉള്ളിലെ വായുമണ്ഡലത്തിൽ കുംഭകം ചെയ്യും ആ സമയം. അതായത് ധ്യാനിച്ച് പോകുമ്പോൾ നമ്മളുടെ പ്രാണൻ്റെ ഗതിയൊക്കെ മാറും. വളരെ സ്ലോയിൽ ശാന്തമായി പോകുന്നൊക്കെ അവസ്ഥയുണ്ട്. ഈ സമയത്ത് ഇന്നർ ബോഡിയിൽ പ്രാണൻ്റെ ഒക്കെ വായുവിൻ്റെ ഒക്കെ സഹായത്താൽ അവിടെ ഒരു സ്വമേധയാ ഒരു ഊഷ്മളം, പ്രകൃതിദത്തമായിട്ടുള്ള ഊഷ്മളം അവിടെ രൂപപ്പെടും. അപ്പോൾ ധ്യാനിക്കുന്ന സമയത്ത് ശരീരം റീകണ്ടീഷൻ ആവുന്ന ഒരു രീതിയുണ്ട്. അതായത് പഴയ ജീവിതത്തിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന മാലിന്യങ്ങളൊക്കെ നീക്കി ശുദ്ധമാക്കുന്ന ഒരു പ്രക്രിയ അവിടെ പ്രകൃതി ചെയ്യുന്നുണ്ട്. നാം ഇരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടേതായ യുക്തിയൊന്നും അവിടെ വേണ്ട. യുക്തിക്ക് അതീതമായി പ്രകൃതിക്ക് വിട്ടുകൊടുക്കുമ്പോൾ പ്രകൃതിയാൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. പ്രകൃതിയാണ് നമ്മളെ മെനഞ്ഞെടുക്കുന്നത്. അതൊരു സമർപ്പണമാണ്. അവിടെ വലിയൊരു ഈശ്വരബോധമൊക്കെ വേണേ. അതാ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും സ്വസ്വരൂപത്തെ ദർശിക്കാനും ആത്മസാക്ഷാത്കാരം നേടാനൊന്നും കഴിയില്ല. ഈ വക യോഗ്യതകളുള്ളവർക്ക് അതൊക്കെ കഴിയുള്ളൂ. അങ്ങനെ അദ്ദേഹം ധ്യാനമൊക്കെ ശീലിക്കുന്ന സമയത്ത് ഈ വക അവസ്ഥയിലൂടെ കടന്നുപോയിരുന്നു. അതൊക്കെ വന്ന് എന്നോട് പങ്കുവയ്ക്കാറുണ്ട്. അത് നല്ല രീതിയിലാണ് സാധന നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ചില കാര്യങ്ങൾ ഞാനായിട്ട് പങ്കുവയ്ക്കാതെ തുടങ്ങി. അദ്ദേഹത്തിൻ്റെതായ ഒരു ഉള്ളിൽ എല്ലാം ഒതുക്കി എന്നോടോ മറ്റോ ആരോടോ ഒന്നും പറയാതെ മൗനമായി ഉള്ള ധ്യാനവും അദ്ദേഹത്തിൻ്റെ സ്വധർമ്മ പരിപാലനവുമായിട്ട് ആളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നേരായ രീതിയിലായിരിക്കണം. അതിലെന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മോട് ചോദിക്കാം. നമുക്കറിയാവുന്ന രീതിയിലെല്ലാം പറഞ്ഞു തരാം കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ട്. അദ്ദേഹം നമ്മെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളൊരു രീതിയിൽ അതെല്ലാം സ്വയോധിക്ക് അങ്ങനെ പോകുമായിരുന്നു. അത് തെറ്റായിരുന്നു. ആ ചിന്ത നല്ല ചിന്തയാണ്. പക്ഷേ അത് അദ്ദേഹത്തിന് ദോഷം ചെയ്യും എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ധ്യാനം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വായുമണ്ഡലത്തിലും അവിടെ അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടാകുമല്ലോ. ഇവയുടെയെല്ലാം കൂട്ടമായ ഒരു പ്രവർത്തന രീതി കൂടി നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ആന്തരികമായ അവയവങ്ങൾ സമർപ്പണം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയം നമ്മൾ പറയില്ലേ, കപ്പ പുഴുങ്ങുന്ന മാതിരി നമ്മളുടെ അസ്ഥികളെയും നാഡികളെയും ഒക്കെ ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട്. ആവിയിൽ വേവിച്ചെടുക്കുന്ന മാതിരിയാണ്. ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരം. കാരണം ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ എങ്ങനെയാണ്, ആ സ്ത്രീക്ക് എപ്പോഴും താൻ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരാളാണെന്നും വയറ്റിലൊരു കുട്ടിയുണ്ടെന്നും അതിനെ സംരക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും തന്നെ ആവശ്യമാണെന്നുള്ളൊരു ബോധം എപ്പോഴും ഉണ്ടാവും. അത് വെച്ചായിരിക്കും ആ സ്ത്രീ ജീവിക്കുക. അതേപോലെ ആത്മസാക്ഷാത്കാരത്തിന് സത്യസന്ധതയോടുകൂടി ദൈവികമായ അവബോധത്തോടുകൂടി തന്നെ പ്രകൃതിക്ക് സമർപ്പിച്ചുകൊണ്ട് ഉള്ള സ്വരൂപ ദർശനത്തിന് ഇരിക്കുന്ന ഒരു വ്യക്തി ഇതേപോലെ ശരീരത്തിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഴയ പോലെയുള്ള കഠിനാധ്വാനമൊന്നും ശരീരത്തിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നാൽ നീർക്കെട്ടുകളിൽ പലവിധ ദോഷങ്ങളുണ്ടാവും. നമ്മളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനമൊക്കെ മാറും. പ്രാണായാമമൊക്കെ ചെയ്ത് ശുദ്ധി വരുത്തി വന്നിരിക്കുന്ന ശ്വാസകോശങ്ങളിലൊക്കെ വിഷയങ്ങളുണ്ടാവും. പ്രാണൻ്റെ ഗതിക്ക് തടസ്സങ്ങളാവും. പല വക ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടാകും. അതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ആ സാധകൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മളത് പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും എഴുതി തിട്ടപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ധർമ്മം.
അതൊക്കെ മര്യാദ പോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ സാധകൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമുണ്ടാകും. അങ്ങനെ അപകടം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. ഒരു ദിവസം എന്നോടൊന്ന് പറഞ്ഞു, ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ എല്ലാ നാടിഞരമ്പുകളും ഒരു നീല പ്രകാശത്തെ എനിക്ക് ദർശിക്കാൻ കഴിയും. മാത്രമല്ല, ചില സമയങ്ങൾ ഞാൻ എൻ്റെ വിരലുകൊണ്ട് എൻ്റെ ശരീരത്തെ തൊട്ടാൽ അത് അകത്തേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, വളരെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ അവസ്ഥ മാറിയിരിക്കണം, നിങ്ങളുടെ ദേഹിയും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് മാറ്റം വന്നിരിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും മറ്റുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ് നല്ലത്. അത് വിഷയമുണ്ടാക്കും. നിങ്ങളുടെ അവസ്ഥ മാറി, നിങ്ങൾ വളരെ ഉയർന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെയും സ്ഥൂല ശരീരത്തിൻ്റെയും കാരണ ശരീരത്തിൻ്റെയൊക്കെ നിങ്ങളുടെ ജീവൻ പ്രവർത്തന മേഖലകളിലും അതിൻ്റെയൊക്കെ ദർശനങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങി. അത് തിരിച്ചറിയാനുള്ള അറിവ് നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഉയർന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ നിങ്ങളിനി ഇരിക്കേണ്ടതും ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ വേറെയാണ് എന്നൊക്കെ പറഞ്ഞു. ആളത് അങ്ങനെ അങ്ങോട്ട് കണക്കിലെടുത്തില്ലാന്ന് തോന്നുന്നു. ആൾ വീണ്ടും ആ പഴയ പോലൊക്കെ തന്നെ അങ്ങോട്ട് ജീവിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് മകനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ, നെഞ്ചിൽ ഒരു പ്രയാസം തോന്നിയെന്ന് പറഞ്ഞു. തോന്നുക മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെ കുഴഞ്ഞു വീഴുകയാണ്. ഇത് മകൻ കാണുകയാണ്. അപ്പോൾ മകൻ പറഞ്ഞു, അമ്മനെ വിളിച്ചു, സഹോദരനെ വിളിച്ചു, ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ആംബുലൻസ് വിളിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വേണ്ട, എൻ്റെ സമയമായി, എന്നെ കൊണ്ടുപോകണ്ട, അവിടേക്ക് എത്തില്ല, ഞാൻ വിട പറയുകയാണ്, എന്നേക്കുമായി ഞാൻ സമാപനം കുറിക്കുകയാണ്, ഇതെനിക്കറിയാം, ഞാനത് മറ്റാരോടും പറഞ്ഞില്ല, മകനോടൊക്കെ പറയണം, ഗുരുവിനെ ഞാൻ ഈ സമയം കാണുന്നുണ്ട്, ഞാൻ ഗുരുപാദത്തിലിരിക്കുകയാണ്, ഗുരുവിനെ ഇവിടെ അറിയിക്കണം. അങ്ങനെ പറഞ്ഞ് ആ ജീവൻ പരരീതി പോയി. ഇതൊരു വലിയൊരു സംഭവമാണ്. ഇവിടെ ഞാനിത് പറയാൻ കാരണം, പല ആളുകൾക്കും ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ വക രഹസ്യങ്ങളൊന്നും അറിയാതെ പലവിധ സാധനകൾ ചെയ്ത് അത് ഇങ്ങനെ അശ്രദ്ധയോടുകൂടിയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ കർമ്മപൂർത്തി വന്നാലും സവികൽപ്പസമാധിയിലൂടെ പോകുന്നുണ്ടെങ്കിലും ആ ശരീര നാശം വരെ, ശരീരത്തിൻ്റെ മരണം വരെ ആ ജീവന് ആ ശരീരത്തിൽ ഇരുന്ന് തൻ്റെ ധർമ്മം പാലിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലായത്. എന്നാലും അതിൽ വേറെ ദുഃഖിക്കാനോ സങ്കടം പറയാനോ ഒന്നും അവസരമില്ല. കാരണം അദ്ദേഹം പരഗതി സായുജ്യം പോയി എന്ന് നമുക്ക് മനസ്സിലായി. ഓം ശാന്തി ശാന്തി ശാന്തി.